മലപ്പുറം ഞങ്ങൾ പോയതിൻ്റെ ബാക്കി വീഡിയോസ് ഇങ്ങ് പോരട്ടേന്നല്ലേ. എന്നാൽ പിന്നെ ഇത് ഇതിൻ്റെ ഫൈനൽ പാട്ടാണ് കേട്ടോ. നേരെ ഞങ്ങളിപ്പോൾ നിന്നത് എൻ്റെ ഷെഫീൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് DED പഠിച്ചത്. ഇത് കാത്തും കിട്ടും ഇവർ രണ്ടാളും തുന്നിയ കുപ്പായാണ് കേട്ടോ എനിക്ക് കാണിച്ചിരുന്നത്. ഒരു സകലകലാ വല്ലഭന്മാർ തന്നെയല്ലേ. അങ്ങനെ നമ്മളിവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞാൽ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. സമയം ഭയങ്കര കുറവായതിനെ കൊണ്ട് കഥ പറയലും ചായ കുടിക്കലൊക്കെ കുറച്ചാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സാധനങ്ങളൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മളിവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പുണ്ട് അപ്പുറത്തുള്ള മക്കളൊക്കെ വരുന്നുട്ടോ. അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നോക്കാന്ന്. കാത്തൂനുണ്ട് എലോചനെ കണ്ടിട്ട് അങ്ങനെ ഇമ്മിരിക്കുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് എൻ്റെ അബ്ബേൻ്റെ അടുത്താണ് കേട്ടോ. അബ്ബയും ഷെഫീദയും എൻ്റെ കൂടെ മലപ്പുറത്ത് DED പഠിച്ചാണ് കേട്ടോ. ഞങ്ങളെ കണ്ടിട്ടുള്ള സന്തോഷമാണ് യോക്കുള്ളത്. കുറേ കാലത്തിന് ശേഷം കണ്ടിട്ട് എനിക്കും അബയ്ക്ക് എന്തൊക്കെ പറയേണ്ടത് തന്നെ തിരിയുന്നില്ല. പിന്നെ ഉണ്ട് ഓളിതാ വിഭവസമൃദ്ധമായ കുറേ കൂട്ടൽ മൂപ്പത്തിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുണ്ട് ഒരു വാക്കർ. ഇത് അബ്ബേൻ്റെ ഇളയ മോളതായിരുന്നു കേട്ടോ. മൂത്ത മോള് പോയിട്ട് മേലേന്ന് പോയിട്ട് എടുത്തോണ്ട് തന്നാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ആ ചായക്കോട്ടിലൊക്കെ കുടിക്കുക. ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി. അവളെ ബീഫിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ അവൾ കഴിച്ചിട്ടേ ഉള്ള ആൾക്കാർ. അടുക്കള വശത്ത് നിന്ന് നോക്കുമ്പോൾ ടൗണൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വൈബിൽ നല്ല രസമുണ്ടായിരുന്നു. ശരി, ഞാൻ പൊട്ടലിനെ പറ്റി ചോദിച്ചത് സർവ്വമേധത്തില് അജു വർഗീസ് കയറി കുത്തിനിട്ട് ആട്ടുതൊട്ടിൽ താഴെ വെക്കുന്നില്ലേ, അതായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും പറയണ്ട ഗൈസ്, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. കുഞ്ഞിൻ്റെ ഫോണിൽ തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തത്. പിന്നെ ഇതാ അവലോട് ടാറ്റ പറഞ്ഞിട്ട് പോവാന്ന്. അപ്പോൾ ഗൈസ് മലപ്പുറത്തെ വീഡിയോ കഴിഞ്ഞ് ബൈ.